ഞാൻ ഈ സിനിമാ മേഖലയിലേക്ക് വരുന്നത് 2022-ലാണ്. ഈ റിപ്പോർട്ട് കമ്മീഷൻ നിയമിക്കുന്നത് 2017-ലാണ്. 2019-ലാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ഇപ്പോഴാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ വേണ്ടി പറ്റും, എതിർക്കപ്പെടേണ്ടതാണ്. അത്തരം ആളുകളെ കണ്ടെത്തി കർശനമായ നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാവേണ്ടതാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറ്റൊരു കാര്യം, ഇതൊരു പൈങ്കിളി കഥ പോലെ കൊണ്ടുപോകാനല്ല, യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിക്കാൻ കഴിയേണ്ടതാണ്. അതോടൊപ്പം തന്നെ പഴയകാല നാടക പ്രവർത്തകർ അല്ലെങ്കിൽ നാടകങ്ങൾ കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷത്തിലുണ്ടാക്കിയ വലിയ മാറ്റമുണ്ട്. അതേപോലെ തന്നെ സിനിമാ രംഗത്തും ഉള്ള കലാകാരന്മാർ സിനിമയും ഒക്കെ സാംസ്കാരിക രംഗത്തെ മുന്നേറ്റത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തതായി നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ സിനിമാ രംഗത്തുള്ള എല്ലാവരും കുഴപ്പക്കാരാണെന്നും അല്ലെങ്കിൽ സിനിമ ആകെ മോശമാണെന്നും രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ഏതായാലും നല്ല കാര്യമല്ല. ശരിക്കും പറഞ്ഞാൽ സിനിമാ രംഗത്ത് നിന്ന് നമുക്ക് വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കഴിയണം. അതോടൊപ്പം തന്നെ ഇത്തരം പുഴുക്കുത്തുകൾ എന്തായാലും നമുക്ക് ഒഴിവാക്കപ്പെടേണ്ടതുമാണ്. ഈ ഒഴിവാക്കപ്പെടാനായി പലരുടെയും പേരുകൾ പോലും ഈ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടില്ല. വ്യക്തിപരമായ വിവരങ്ങൾ നീക്കണമെന്നതിനെ തുടർന്ന് അതൊക്കെയും മാറ്റിയിട്ടുണ്ട്. 66 പേജ് ഇതിൽ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട്. അപ്പോഴും ചില സംഭവങ്ങളുടെ തെളിവുകളടക്കം ഹാജരാക്കിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അങ്ങനെയെങ്കിൽ ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ വ്യക്തികൾക്കെതിരെ കേസെടുക്കേണ്ടതല്ലേ? സ്വാഭാവികമായും ഗവൺമെന്റ് അത്തരം കാര്യങ്ങൾ പരിശോധിച്ച് ഇന്നലെ തന്നെ സാംസ്കാരിക വകുപ്പ് മന്ത്രി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുമായി മുന്നോട്ട് പോകും. അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ പരിശോധിക്കും. ഇപ്പോൾ കോൺക്ലേവ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടല്ലോ. ഞാൻ ഈ റിപ്പോർട്ട് വായിച്ച ഒരാളല്ല. മാധ്യമങ്ങളിൽ നിന്ന് വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ ഇന്നലെ മുതൽ ലൈവായിട്ട് വന്നിട്ടുള്ള വാർത്തകൾ, അതുപോലെ തന്നെ ഇന്നത്തെ പത്രമാധ്യമങ്ങളിലൊക്കെ വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഒരഭിപ്രായം പറയേണ്ടത്. അപ്പോൾ കൃത്യമായി അതിനെക്കുറിച്ച് ആധികാരികമായി അഭിപ്രായം പറയാൻ എനിക്ക് പറ്റില്ലെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ നല്ല നിലപാടെടുത്ത് മുന്നോട്ട് പോകണം തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. മന്ത്രി സജി ചെറിയാൻ ഒരല്പം മുൻപ് മാതൃഭൂമി പ്രതിനിധി അഭിലാലിനോട് സംസാരിക്കുമ്പോൾ പോലും പറഞ്ഞിരുന്നു, ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിരിക്കാം, മാത്രമല്ല ഈ റിപ്പോർട്ട് ഞങ്ങൾ പരിശോധിച്ചിട്ടില്ല, അപ്പോൾ തന്നെ അത് സീൽ ചെയ്ത് ഇൻഫർമേഷൻ വിഭാഗത്തിന് നൽകുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞു. ഇത് ഇത്രയും കോളിളക്കമുണ്ടാക്കിയ ഒരു സംഭവത്തെ തുടർന്നുണ്ടായ പഠന റിപ്പോർട്ടാണ്, ഒരു കമ്മിറ്റി പഠിച്ച് സമർപ്പിച്ച റിപ്പോർട്ടാണ്. അത് അന്നേ പരിശോധിക്കേണ്ടതായിരുന്നില്ല. അത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളൊരു വീഴ്ചയല്ലേ? ഇത് 2019 സമർപ്പിച്ച സമയത്ത് തന്നെ ഇത് പുറത്തുവിടേണ്ടതായിരുന്നു. പക്ഷേ വിവരാവകാശ കമ്മീഷൻ തൽക്കാലം അത് തടഞ്ഞു. ഇപ്പോഴാണ് വിവരാവകാശ കമ്മീഷൻ അത് പുറത്തുവിടണമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇത് പുറത്ത് വരേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഇതിൽ ഞാൻ അടിവരയിട്ട് പറയുന്നത്, ഇതൊരു പൈങ്കിളി കഥ പോലെ കൊണ്ടുപോകേണ്ട ഒരു വിഷയമല്ല. യഥാർത്ഥത്തിൽ തൊഴിലിടങ്ങളിൽ, സിനിമാ മേഖല മാത്രമല്ല, എല്ലാ മേഖലകളിലും ഇത്തരം ചൂഷണങ്ങൾ അതുപോലെ തന്നെ അതിക്രമങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ശക്തമായി നടപടിയെടുക്കേണ്ട കാര്യം തന്നെയാണ്. അതിലൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവേണ്ട കാര്യമില്ല. ശക്തമായ നടപടി എടുക്കേണ്ടതാണ്. മാത്രമല്ല, താങ്കൾ ഒരു ജനപ്രതിനിധി കൂടിയാണ്, ഒപ്പം ഒരു നടനാണ്. ഒപ്പം ജോലി ചെയ്യുന്ന ഒരുപാട് സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നമാണ്. രാത്രിയിൽ വാതിൽ ചവിട്ടി പൊളിച്ചു പോലും പുരുഷന്മാരകത്തേക്ക് കടന്നു വരുന്ന അത്ര അരക്ഷിതമാണ് സിനിമാ മേഖല എന്നുള്ള പരാമർശം വരെ റിപ്പോർട്ടിലുണ്ട്. ആ സ്ഥിതിക്ക് അവരുടെ ഒപ്പം നിൽക്കുമ്പോൾ താങ്കൾക്ക്, ഈ സഹോദരിമാരുടെ ഒപ്പം നിൽക്കുമ്പോൾ താങ്കൾക്ക് പറയാനുള്ളത് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു, 2022-ലാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വരുന്നത്. എൻ്റെ കൂടെ പ്രവർത്തിച്ചിട്ടുള്ള ആരെങ്കിലും അത്തരം അനുഭവങ്ങളുണ്ടായി എന്നോട് സംസാരിച്ചിട്ടില്ല. പക്ഷേ ഏതെങ്കിലും സഹോദരിക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ കൂടെ തന്നെയാണ്. ഒരു സംശയവും അക്കാര്യത്തിലില്ല, ഒരു വിട്ടുവീഴ്ചയും അക്കാര്യത്തിലില്ല. കൃത്യമായ നിലപാട് അക്കാര്യത്തിലുണ്ട്. തീർച്ചയായിട്ടും ഈ സർക്കാർ അത് വിവരാവകാശ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം
അത് അപ്പോൾ തന്നെ റിപ്പോർട്ട് പുറത്തു വിടാതിരുന്നു, അത് സീൽ ചെയ്ത് ഏൽപ്പിച്ചു എന്ന് പറയുമ്പോഴും അവിടെ ഒരു പരിശോധനയുടെ ആവശ്യമുണ്ടായിരുന്നില്ലേ? ഒരാൾക്കെങ്കിലും ഈ റിപ്പോർട്ട് ഒന്ന് വായിച്ചു നോക്കുകയോ അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പഠനങ്ങൾ, മനസ്സിലാക്കലുകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കുകയും അതിലൊരു ഇടപെടൽ നടത്തിക്കൊണ്ട് ഒരു മാറ്റം വരുത്താൻ ശ്രമിക്കുകയും ചെയ്യാവുന്നതായിരുന്നില്ല? അത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളൊരു വീഴ്ച തന്നെയല്ലേ? സർക്കാർ ഇക്കാര്യത്തിൽ, അതായത് 2017 ഇങ്ങനെ ഒരു കമ്മീഷൻ നിയമിക്കാൻ, അതായത് WCC എന്ന് പറയുന്ന സ്ത്രീകളുടെ കൂട്ടായ്മ സമർപ്പിച്ച ഒരു പരാതിയുടെ മേലെയാണല്ലോ യഥാർത്ഥത്തിൽ ഗവൺമെൻറ് 2017 ഇങ്ങനെ ഒരു കമ്മീഷൻ നിയമിച്ചത്, ഹേമ കമ്മീഷൻ നിയമിച്ചത്. ആ കമ്മീഷൻ നിയമിക്കുന്നതിനോട് തന്നെ ഗവൺമെൻറ് ഒരു വലിയ ഇക്കാര്യത്തിലുള്ള ഒരു നിലപാടുണ്ട്, ഗവൺമെൻറ് ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ള ഒരു നിലപാടുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അതോടൊപ്പം തന്നെ 2013 റിപ്പോർട്ട് കിട്ടിയപ്പോൾ അത് പരിശോധിച്ച് നിലപാട് അല്ലെങ്കിൽ തീരുമാനമായി മുന്നോട്ട് പോകാൻ ഗവൺമെൻറ് തയ്യാറാവേണ്ടതായിരുന്നു. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് അത് മാറ്റിവെച്ചു അല്ലെങ്കിൽ മറച്ചു വെച്ചു എന്ന അഭിപ്രായത്തിലല്ല ഞാൻ പറയുന്നത്. അതേ അവസരത്തിൽ തന്നെ വിവരാവകാശ കമ്മീഷൻ തൽക്കാലം ഇത് പ്രസിദ്ധീകരിക്കേണ്ടതില്ല എന്ന് പറയുകയാണ് ചെയ്തത്. ഇപ്പോൾ ഏതായാലും ഗവൺമെൻറ്, അതേ ഗവൺമെൻറ് തന്നെയാണ്, കഴിഞ്ഞ ഗവൺമെൻറ്റാണ് ഇത് നിയമിച്ചത്. ഇപ്പോൾ ഈ ഗവൺമെൻറ് ഇത് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പുറത്തുവിടാൻ വേണ്ടി തയ്യാറായി. തുടർന്നുള്ള നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാവുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ശരി, വളരെയധികം നന്ദി ഒപ്പം ചേർന്നതിന് ശ്രീ PP കുഞ്ഞികൃഷ്ണൻ.